എന്തൊക്കെയിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ അല്ല ഗൈസ്, കുറച്ച് ദുഃഖകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അനിയന് ചെറിയൊരു പ്രശ്നമല്ല, ജൂണോനായിരുന്നു പ്രശ്നം വരുന്നത്. ഞാൻ നിനക്കെന്തോ പ്രശ്നം എന്നായിരുന്നു പറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ ജൂണോന് ചെറിയൊരു വയറിനൊരു അസുഖം 1-2 വട്ടം ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയി. സോ എന്താടാ ചേട്ടൻ വന്നിട്ട് പണി തരാൻ നിൽക്കാൻ വന്നിട്ട് ഭായി ഇപ്പോൾ പണി വന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇവർ കൊണ്ടുപോകേണ്ടി വന്നേനെ. എങ്ങനെ ഉണ്ടായിരുന്നു ജൂണോനെ നോക്കാൻ വേണ്ടിയിട്ട്? ഞാനില്ലാണ്ട് കാലത്ത് ഫുഡ് കൊടുക്കും, പിന്നെ രാത്രി കൊടുക്കും. 2 നേരം കൊടുക്കുള്ളൂ. പിന്നെ പരീക്ഷ ഇതൊക്കെ അല്ലേ. ഇവ 2 നേരം ഫുഡ് കൊടുക്കണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് 3 നേരമൊക്കെ ഫുഡ് കൊടുത്തിരുന്നു. സോ ഇന്ന് ജൂണോനെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞ ഇതിൽ പിന്നെ എനിക്കും നല്ലൊരു എക്സൈറ്റഡ് ഉണ്ട് കേട്ടോ. അവിടെ റിനോവേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടെയാണ് റിനോവേറ്റ് ചെയ്തതെന്ന്. ഇന്ന് നമ്മളെങ്ങടെ പോകണം? ഇന്നത്തെ പ്ലാൻ എന്താ? പൂൾ. യെസ് ഗൈസ്, നമ്മൾ അമ്മാമ്മ വരണ്ട പൂളിലേക്ക് നീന്താൻ വരുന്നുണ്ട് അമ്മാമ്മ. സ്വിമ്മിംഗ് പൂളില് ആമ്പല്ലൂര്. ഞാനും ജോഹനും. അമ്മ അതാ ഞാൻ ചോദിച്ചാ അമ്മാമ്മ വരണ്ടേ വായോ നീന്താ. അത് കുഴപ്പമില്ല, നീന്തല് പഠിക്കാം. നീന്തല് പഠിക്കാന്ന്. മുങ്ങിപ്പോവാത്ത ചെറിയ സ്ഥലമുണ്ട്, കിഡ്സ് ഏരിയ. വെള്ളം കടിച്ചാ പിടിച്ച് വെള്ളം കടിക്കുന്നില്ല, പക്ഷെ വെള്ളത്തിലുള്ള പെരുമാറ്റം ഇഷ്ടമാണ്. ശ്വാസം മുട്ടിയിട്ടൊക്കെ ഉണ്ട്. ശ്വാസം മുട്ടണ്ട, അവിടെ ആൾക്കാരുണ്ട്, ഗൈഡ് ഉണ്ടാവും. ഗൈഡ് അതൊക്കെ ഉണ്ട്, അതിനുള്ള മരുന്നില്ല. അതാണ് കാര്യം. ഓരോ 50 വയസ്സൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇന്ന് സ്വിമ്മിംഗ് പൂളിലൊന്ന് പോകണം. വെറുതെ അമ്മമ്മനെ ഇങ്ങനെ പിരികേറ്റല്ല ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ആദ്യം ആശുപത്രിയിൽ പോവാം. ആശുപത്രിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പയ്യെ ഇങ്ങോട്ട് പോവാം, പൂളിലേക്ക് പോവാം. അവിടെ റിനോവേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉഷാറായി ചാടി നിൽക്ക്. കമോൺ, ചാടി നിൽക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം ആശുപത്രി പോകട്ടെ. എനിക്ക് അവനെ ജൂണോനെ തന്നെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മനസ്സിനൊരു സുഖമില്ല. അതെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമായാലാണ് നമുക്കൊരു സന്തോഷമുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഏതോ അമ്പലത്തിൽ പേടിക്കണ്ട ആനനെ കണ്ടേനാ പേടിക്കണടാ പൊട്ട. ആനേനെ കണ്ടേനാ ഗൈസ്? അവിടെ ഒരു ആനേനെ കേട്ടാ, ഒച്ചി ബഹളമാക്കി ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടാ. ഹൈവേയിലുള്ള തന്നെ ഉള്ളൊരു ഇതാണ് കേട്ടോ, ജേക്കബ് അനിമൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട്. ജൂണോ സീനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര വെഗ്ലിയാണ് കേട്ടോ ജൂണോ. ഗൈസ് ഈ കേരളത്തിൽ ഏറ്റവും വെഗിളിക്കുള്ള അവാർഡ് കിട്ടണമെങ്കിൽ ജൂണോനെ കിട്ടാം കേട്ടോ, അത്രയ്ക്ക് വെഗിളിയാണ്. നീ തീർന്നു. എനിക്ക് ഇഞ്ചക്ഷൻ വെക്കൂടെ. അപ്പോൾ നല്ല ഹെയർ ഫോൾ ഉണ്ടല്ലേ? ഹെയർ ഫോൾ ഉണ്ട്, ഹോസ്പിറ്റലിൽ ചൂട് കാലത്ത് ഉണ്ടാവും. ഡോക്ടറെ പിടിച്ച് കടിക്കാണ്ടിരുന്നാൽ മതി. ഗൈസ് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടാ. പട്ടി ഭയങ്കര ഇതായിരിക്കുന്നു തോന്നുന്നുണ്ട്. എടാ നിന്റെ മേത്തേക്ക് ഫുള്ള് ആക്കിയില്ലേ? അവൻ്റെ മേത്തേക്ക്, ജോഹിൻ്റെ മേത്തേക്ക് ഫുള്ളാക്കി സാധനം. അതിൻ്റെ പേടിച്ചിട്ടേ അത് ഭയങ്കരമായിട്ട് കൊതറി അതിൻ്റെ സലൈവൊക്കെ മേത്ത് നിറച്ചായിട്ടാ. എൻ്റെ മേത്ത് ആയിട്ടുണ്ടായിരുന്നില്ല, അവനായിരുന്നു ഫുള്ള് പിടിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ തല മാത്രം പിടിക്കും, കാല് മാത്രം പിടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ മേത്ത് ഫുള്ളായിട്ടുണ്ടാകും. പോയി കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടാ. സോ ആകെ പണിയായിട്ടുണ്ട്. അവന് ഡോക്ടർ എന്നിട്ട് പറഞ്ഞടാ ഞാൻ അങ്ങോട്ട് വരാണേ. ഡോക്ടർ എന്നിട്ട് പറഞ്ഞേ? ഡോക്ടർ എന്നോടല്ല പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞേ പറയ്. അല്ല ഞാൻ തന്നെ പറയണ്ടല്ലോ. ORS കൊടുക്കണം, ബിസ്ക്കറ്റ് കൊടുക്കണം. ശ്രദ്ധിച്ചാലതും ഇത് രണ്ടാ കേട്ടത്. സാധനം കുറച്ച് പണി പാളിയ പോലെ തോന്നുന്നുണ്ട് കാരണം ഇൻഫെക്ഷൻ. ഇത് പിന്നെ വേറെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകരാനുള്ള ചാൻസ് ഉണ്ട്. ഇവൻ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനോട് ചോദിക്കണത്. അപ്പം അവൻ ഒഴിഞ്ഞു മാറുന്നു. ഞാൻ തന്നെ പറയാൻ കഴിച്ചു, വേറെ ഒന്നല്ല. ജൂണോന് കുറച്ച് ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പകരുന്നൊരു ടൈപ്പാണ്. അപ്പോൾ ഈ നാളെ ഒന്നുകൂടി കാട്ടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 12 മണിയാകുമ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കുറച്ച് സീരിയസ് സിറ്റുവേഷനിലാണ്. അവൻ്റെ ഫുഡിൻ്റെ ഇത് വന്നിട്ട് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല. സോ ടെൻഷനായി. ഞാൻ പറഞ്ഞില്ല, അവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞോണം ഒരു ഇത് വരും കേട്ടോ. അവൻ്റെ ആ ഒരു അസുഖം മാറണ വരെ എന്തായാലും ഭാഗ്യം ഇപ്പോഴാണ് വന്നത്. ഞാൻ വല്ല കാശ്മീർ
കാശ്മീരുള്ള സമയത്ത് ഞാൻ കാശ്മീരാണെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ഞാൻ കാശ്മീരാണെങ്കിൽ എന്ത് ചെയ്യും നീ? ഞാൻ കൊണ്ടുപോകില്ല. ഞാൻ കൊണ്ടുപോകില്ല. അത് അവിടെ കിടന്ന് ആയിക്കോട്ടെ അല്ലേ? അല്ല കൊണ്ടുപോകും. നീ ഉള്ളതൊരു ഇത് നീ ഉണ്ടെങ്കിൽ നല്ലത്. എടാ എനിക്കിത് മാറിയിട്ടില്ല ഇപ്പോഴും ക്യാമറയുടെ മുന്നിൽ. ക്യാമറയുടെ പറ, എന്നിട്ട് എന്താ പറ, കാര്യം പറ. പിന്നാലെ നിന്നിട്ട് എനിക്ക് താല്പര്യമില്ല. എടാ നിന്നോട് അഭിപ്രായം ചോദിക്കണതാടാ, നിന്നോട് അഭിപ്രായം ചോദിക്കണതാ. ഇവൻ അമ്പിനും വില്ലിനും എടുക്കില്ല കേട്ടാ. ഇനി എപ്പഴാ ഇതിന് പോവാ? ഫുഡ് അടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഇതായിട്ട്. ഭക്ഷണം കഴിച്ചിട്ട്. എടാ നീ ക്യാമറയിലേക്ക് നോക്കടാ, നിന്റെ മുഖത്ത് എന്തായാലും വികൃതത ഉണ്ടാ? ഞാനത് അവൻ്റെ അടുത്ത് ക്യാമറ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവൻ ഭയങ്കര അമ്പിനും വില്ലിനും എടുക്കണില്ല കേട്ടോ. എനിക്കറിയാം. നീ ഇങ്ങനെ വന്നിട്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞു വന്നു. വായോ നീ ഭക്ഷണം കഴിക്കാൻ പോകണ്ടടാ. ഞാൻ അങ്ങനെ ഒന്നല്ല കാട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോർമലായിട്ട് എന്താണ് ജൂണോന് പ്രശ്നം, എടാ അതൊന്ന് പറയും. ക്യാമറ വിട്, സാധനം കൺവേ ചെയ്യാ. എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ നീ എന്തൊരു ചെയ്യണമെന്നറിയോ? ഇവൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ജൂണോന് കുഴപ്പമൊന്നുമില്ല, ജൂണോ അങ്ങനെ പോണോ, ജൂണോ അങ്ങനെ ഇങ്ങനെയാണ് ഒരാളുടെ. നീ ഒരാളുടെ പറഞ്ഞ ഇത് എന്തിനാണ് ഇങ്ങനത്തെ സംസാരത്തിന് മനസ്സിലാണ്. നോക്കാം ഗൈസ്, അടുത്തെന്താ പരിപാടി ജൂണോൻ്റെ ആദ്യം ശരിയാവട്ടെ കേട്ടാ. ഗൈസ് ഇത് നമ്മുടെ പുതിയ സെറ്റപ്പാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാ ഹെൽമെറ്റിൽ ഇത് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ തന്നെ ആമസോണിൽ നിന്ന് വന്നതാണ്. ആമസോണിൽ നിന്ന് വന്നിട്ട് പിടിച്ചതാണ് കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ കൃത്യം തൊട്ട് ബാക്കിൽ അനിയനും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഈ മിററിൽ കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി ഇപ്പോൾ തന്നെ വന്നതാണ് കേട്ടോ ആമസോണിൽ നിന്ന്. ഒന്ന് ഹായ് പറയോ ഇതിലെങ്കിലും? താങ്ക് യു സാർ. നമ്മുടെ സൈക്കിൾ സ്റ്റോക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഹെമ്മീഡി പിടിക്കുമോ ദേവി? അമ്മാമ്മ മൂലം കാട്ടിയിട്ടാണ് നിൽക്കണം. അമ്മ ക്യാമറ മേലോട്ട് കേട്ടാ. സോ ഇതാണ് ഗൈസ് സെറ്റപ്പ്. ഓ കറണ്ടും ഇല്ല. നോക്കിയേ, പോലീസ് പിടിക്കുമോ? അമ്മാമ്മ പോലീസ് പിടിക്കുമോ ഇങ്ങനെ വെച്ചാ? പോലീസ് പിടിക്കുമോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ? പ്രശ്നം ഉണ്ടാവോന്ന്? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവോന്ന്? നോക്കി നോക്കാം ഗൈസ്. നമ്മൾ പാലേക്കര ടോളെത്തി. പാലേക്കര ടോള് ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട്. സോ പുതിയ സെറ്റപ്പിൽ ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഓഡിയോ അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, ഒരു ആലോചനയുണ്ട്. ഇവിടുന്ന് ആമ്പല്ലൂർ വഴിയായിട്ടാണ് പോണേ. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാട്ടോ. ഓഡിയോ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കറിയില്ല, ഇതൊരു പരീക്ഷണമാണ്. നോക്കിയാടാ ഈ വണ്ടി നൈസായിട്ടല്ലേ? കൊള്ളാം. ഇത് ബ്ലൂ ആണ്, ടെസ്ലയുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാറ് പോലെ അല്ലേ? കൊള്ളാം ഗൈസ്. നമുക്ക് ഇങ്ങോട്ടാ പോണ്ടേ, ആ വണ്ടി അങ്ങോട്ടാ പോണേ. ഇവിടേക്കൊക്കെ വന്നിട്ട് കുറച്ചധികം നാളായിട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടല്ല, ഒരു 6 മാസം എന്തായാലും ചുരുങ്ങിയതായിട്ടുണ്ടാവും കേട്ടോ ഈ വഴിയൊക്കെ വന്നത്. ഇവിടെ ഒരു ജിം ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു ജിമ്മുണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. പിന്നെ ആ വരുന്ന വഴിക്ക് ചെറിയൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആമ്പല്ലൂർ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ആകെ മാറ്റങ്ങളായി. അവിടെ എന്തോ വേറെ ഏതോ ബിൽഡിങ്ങൊക്കെ വന്നു, പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ചെരുപ്പ് കട വന്നു, പുതിയ ചെരുപ്പ് കട. അതുകൊണ്ട് ഈ വഴിയൊക്കെ അങ്ങോട്ട് ഒരു ഓർമ്മ വരുന്നില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടാ. എടാ നേരെയാണ് ഇങ്ങോട്ടാണോ? അങ്ങോട്ടല്ല, അങ്ങോട്ടാ. നോക്കി മറ്റേ റംബൂട്ടാനല്ലേ അത് വലിയിട്ട് നോക്കണേ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായി, ഫുള്ളൊരു നാടൻ വൈബുകളൊക്കെ ആയി തുടങ്ങിയിട്ടാ.
ഭയങ്കര കുറച്ചുള്ളിലേക്ക് നീങ്ങിട്ടാ, പക്ഷെ കുറച്ച് നീങ്ങുമ്പോഴേക്കും ഭയങ്കര ശാന്തതയായി അല്ലേ. ആ ഹൈവേ എന്നുള്ള ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ പോയി. ഗൈസ് തുറന്നിട്ടുണ്ടാവും കേട്ടോ. തുറന്നിട്ടില്ലെങ്കിൽ ഇത്രയും ദൂരം വന്നത് പണിയാവും. ചേട്ടാ ഓപ്പൺ അല്ലേ? ആ ലെറ്റ്സ് ഗോ ഗൈസ്. ഉണ്ടോ പൂൾ യൂസർ പാസ്, സിംഗിൾ യൂസ് ഓൺലി. പൂൾ പാസ് സൂപ്പർവൈസർക്ക് കൈമാറണം. ചെറിയ കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾ. എടാ നിൻ്റെ ഒപ്പം രക്ഷിതാവ് വേണമെന്ന്. ചെറിയ കുട്ടിയല്ലടാ നീ എൻ്റെ. ദേഷ്യായ ആ ഹെൽമെറ്റിലല്ല ക്യാമറ ഇരിക്കണ. ഇനി ആ ക്യാമറ വരാൻ നിൽക്കണ്ടേ. പൂൾ പാസ് 1 മണിക്കൂറിന് 200. സ്വിമ്മിങ് കോച്ചിങ്ങിന് പോകണം. നിനക്ക് നീന്താൻ പേടിയല്ലേ? നീന്തലറിയില്ലല്ലോ നിനക്ക്? ഒരു കോച്ചിങ് എടുത്ത് വേണമെങ്കിൽ വായോ, പൂൾ പാസ് എടുക്കാം. ചേട്ടാ 2 പേര്. എത്ര റിനോവേറ്റ് ചെയ്തിട്ട്? നമ്മളന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, വരാറുണ്ടായിരുന്നു. റിനോവേറ്റ് ചെയ്തിട്ട് എത്ര നാളെ? 3 മാസം ഉണ്ടാവോ? ആ 3 മാസം. ഞാൻ ഒരു വട്ടം വന്നിട്ട് ഇവിടെ അടച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോഴവർ പറഞ്ഞ റിനോവേറ്റ് ചെയ്യാണെന്നുള്ളത്. 2 പേര്. ജോയൽ. ക്യാപ്പില്ല. ക്യാപ്പ് വേണമെന്നുണ്ടോ? കമ്പൽസറി ആക്കിയാ നിങ്ങൾ? എൻ്റെ പൊന്നെ, കമ്പൽസറിയാ? സ്ഥിരം വരുന്നവർക്കൊന്നും ക്യാപ്പിന് എത്രയാ? 1 മണിക്കൂറിന് 100. ഓക്കെ, ക്യാപ്പിന് 100 രൂപ. അങ്ങനെ 1 മണിക്കൂർ 100. അപ്പോൾ ഒരാൾക്ക് 200 രൂപ. 200 രൂപ. ഓക്കെ, ക്യാപ്പ് കമ്പൽസറി ആക്കിയില്ലേ? പുതിയ പരിഷ്കാരങ്ങൾ നോക്കട്ടെ. പൂള് അടിപൊളിയായിട്ടുണ്ട്. പാസ് വേറെ ഒരിടത്തും കാട്ടാണ്ടെങ്കിൽ ഓക്കെ, ബാഗിലിട്ടോ. 100 രൂപ കേട്ടോ. 400 രൂപ. ഇത് കമ്പൽസറിയാ. നോക്കട്ടെ, ഇത് കമ്പൽസറി ആക്കി കേട്ടോ. കൊള്ളാം അല്ലേ? നൈസ്. ഡ്രസ്സിങ് ഇത് ലേഡീസിൻ്റെ ടോയ്ലറ്റ് ഇവർ സെപ്പറേറ്റ് വെച്ചപ്പോൾ ലേഡീസിൻ്റെ ടോയ്ലറ്റ് സെപ്പറേറ്റ് വെച്ചുകൊണ്ടാ. കൊള്ളാം. അവിടെയാണ് ജെൻസിൻ്റെ വരാറ്. പൂളിന് താഴ്ച കൂട്ടിയിട്ടില്ല എന്നുണ്ട് കേട്ടോ. താഴ്ച കൂട്ടിയിട്ടില്ല. പേടിയുണ്ടാ? പേടി ചെറുതായിട്ട് നോക്കട്ടെ. ഞാൻ പേടിയുണ്ടെങ്കിൽ എന്തൊരു ചെയ്യാന്നറിയോ? എന്തിനു നെഞ്ചിടിക്കണേ? അത് അങ്ങനെയാണ് ജന്മനുള്ളതാ. ആ എപ്പോഴും അത് അടിച്ചോണ്ടിരിക്കൂലേ? എപ്പോഴും നെഞ്ചിടിച്ചോണ്ടിരിക്കും. പേടിച്ചിട്ടല്ലാന്ന്. ആ അവിടെ കരണം മറിഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുക. ഇത് കളയണ്ട, ഡ്രസ്സ് മാറിയിട്ട് വാ. ഗൈസ്, എൻ്റെ ഡ്രസ്സ് കണ്ടോ? ഇത് മറ്റേ സ്വിമ്മിങ്ങിൻ്റെ സാധനം. നമ്മുടെ ജേഴ്സി ഇട്ടാ. ജേഴ്സി ഇട്ടിട്ടുണ്ട്. അനിയൻ എന്താ ഈ നിക്കറും ട്രൗസറും ഒക്കെ ഇട്ടിട്ടുണ്ട്. ക്യാപ്പ് വെക്കിഞ്ഞി വേണ്ട, നീ വെക്കി. ക്യാപ്പ് വെക്കി. വെള്ളത്തിൽ വെച്ചാൽ പൊങ്ങിയെടുക്കണ സാധനമല്ല. എടാ തലയിലിടത്. ഇതെന്തിട്ട് കാടമുടി ഒതുക്കി വെക്കി, സെറ്റാക്ക്. ഇത് വെക്കി, ചെരുപ്പൂരിട്. ഇവനെ നീന്തൽ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. തള്ളി മുക്കണമെന്നോ തള്ളണമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പഠിപ്പിക്കണമെന്നാ ഞാൻ ഉദ്ദേശമുള്ളൂ. ഇത് പിടിക്കുന്നു, ഞാൻ വെച്ചുതരാം. ഇതിങ്ങനെ പിടിക്കും. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വയ്ക്കാം. അങ്ങനെയല്ല ഞാൻ പറയണത് കേൾക്ക്. ഇത് ഇങ്ങനെ പിടിക്കുന്നേ. ഇങ്ങനെ പിടിക്കും. വീഡിയോ കിട്ടണ രീതിയിൽ പിടിക്കട്ടെ. അങ്ങനെ പിടിക്കും. ഇങ്ങനെ നീട്ടി പിടിക്കും. ഇനി ഇതെങ്ങനെ വെക്കാന്നറിയോ? തെറ്റുണ്ടെങ്കിൽ പറയട്ടാ. കിട്ടണമെങ്കിൽ ഇതാ ഈ സാധനം. ഇനി നിൻ്റെ കണ്ണും മൂക്കും റെഡിയാക്കി. ഇനി ഓക്കെ. ചെവി മൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ചെവി മൂട്. എന്തിനതിൻ്റെ ആവശ്യം ഉണ്ടാ ശരിക്കും? എടാ മുടി ക്ലോറിൻ വെള്ളം. അത് തലമുടി നീ കെയർ ചെയ്യണമല്ലേ നീ? ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുമ്പോൾ നല്ലതാടാ. 100 രൂപ കൂടുതൽ നാളെ ഉപയോഗിക്കാം നിനക്ക്. നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോ. അവിടെ നിന്നാ എന്തൊട്ടുള്ള പിള്ളേരുടെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങിടുവാ. അത് ലേഡീസിൻ്റെയാ. അത് അവിടെ ലേഡീസിൻ്റെ. നീ ഇവിടെ നിന്ന് ഇറങ്ങുവാ. എന്നെ കൈ പിടിച്ചിറങ്ങാന്നാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാം. നീ ഇവിടെ നിനക്ക് കാലെത്താൻ നോക്കുവാ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാന്ന്. ഇവിടെ എവിടെ?
വാ ആ വാ വായ ഇറങ്ങ് വാ നീ ഇറങ്ങ് ഇറങ്ങടാ ഇറങ്ങ് അടുത്ത് വരാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാനല്ല ഒരുമിച്ച് ഇറങ്ങാന്ന കൈ പിടിച്ചിറങ്ങ് ഞാൻ ഇറങ്ങാം ഇറങ്ങ് വേഗം എങ്ങനെയുണ്ട് താഴ്ചയുണ്ടാ താഴ്ചയുണ്ടാ ഇനി വാ ഇങ്ങോട്ട് വാ റിങ്ങാ പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ഇങ്ങോട്ട് വാ വാ കൈ പിടിക്ക അങ്ങോട്ട് നടക്കാൻ വെറുതെ റിങ് വേണോ നിനക്ക് ഇനി റിങ്ങൊക്കെ വേണം അവര് വെള്ളം പേടിയാട്ടാ അല്ലയാ അത് തന്നെ നീന്തിട്ട് വാ അതും വെച്ച് നീന്തിട്ട് വാ ആടാ അത് വെച്ചിട്ട് നീന്തിട്ട് വന്നോ അതാ പറഞ്ഞ അതിനാണ് ആ ട്യൂബ് ഉള്ളത് ആ ട്യൂബ് വെച്ചിട്ട് നീന്തിട്ട് വാ ആ അത് ശരി കേറി വരാൻ എല്ലാവർക്കും പറ്റും ഗൈസ് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പെറ്റാണെങ്കിൽ വെള്ളത്തിൽ മുക്കാട്ടാ പേടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പേടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവൻ പിന്നെ ഇങ്ങോട്ട് പൂളിലേക്ക് വരില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കണതാണ് പൂളിലേക്ക് എടാ പേടിക്കണ്ടടാ വാ നീ ഇവിടുന്ന് ഇറങ്ങിക്കോ നീ ഇറങ്ങ് ഞാൻ വീഡിയോ എടുത്തേക്കാം അതല്ല നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല നമുക്ക് ഒരുമിച്ച് നീന്താനാടാ എടാ ചേട്ടൻ അനിയൻ വാ ഗൈസ് ചാടാൻ പോട്ടെ 2 വട്ടം ചാടിയപ്പോൾ ഒരു കോൺഫിഡൻസ് ആയത് അപ്പോഴേക്കും ക്യാമറ വന്ന് കൂട്ടിച്ചു ക്യാമറ പക്ഷെ ഇതില്ലടാ അണ്ടർഗ്രൗണ്ടിൽ ഇതില്ല അണ്ടർഗ്രൗണ്ടിൽ സാധനം ക്ലിപ്പ് പോയി അതിന്റെ സോ ചാടാട്ടാ 10 അടി ഉണ്ട് ആ ചാട് വൺ ഇനി ഹനിയൻ്റെ ചാട്ടം നമ്മൾ കാണാൻ പോവാണ് കേട്ടാ ആ റിങ്ങിന്നല്ലാണ്ട് അവൻ ഇറങ്ങില്ല വെള്ളം തെറിപ്പിക്കല്ലോ അല്ലാണ്ട് ചാടി കയറ് നേർച്ചപ്പെട്ടി കാണാണ്ട് നോക്ക് കേട്ടോ നേർച്ചപ്പെട്ടി അവിടെ കാണാണ്ട് നോക്ക് ആ ഓക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിട്ടാ നീ അറിയണോണം ചാട് ആ ചാട് എടാ നിനക്ക് നീന്തൽ പഠിക്കാൻ എന്താ പേടിയത് നീ പേടിക്കണ്ട കൂളാവ് നമുക്ക് പയ്യെ നേരത്തെ പോയാൽ അവിടെ വരെ പോയിട്ട് വരാം പോയിട്ട് വന്നല്ല പിന്നെ ഞാൻ 400 ഓടുന്നിട്ട് പിന്നെ നിന്നെ എന്തെങ്കിലും കൊണ്ടുവന്നത് നിനക്ക് കൈമ പിടിക്കില്ലേട്ടാ തമാശ കളിക്കില്ലേ ആ നീ നീന്തിക്കോ പയ്യേട്ടാ ആ പയ്യെ വാ പയ്യേ നീ ഒന്ന് എനിക്കൂണി പിടിക്കണം ക്യാമറ പിടിയാന്ന് ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല അപ്പൊ നമ്മൾ രണ്ടാമതൊന്നുമില്ലേ ഇല്ലട മണ്ട ഇങ്ങോട്ട് വാ സൈഡിൽ പിടിക്കും സൈഡിൽ പിടിക്കും ആ ഞാൻ പയ്യെ നീന്താൻ പോവാട്ടാ വാ കാലിട്ടടിക്ക് കാലിട്ടടിച്ചിട്ടൊന്നും കിട്ടണില്ല എൻ്റെ ഇവിടെ മുക്കല്ലേ ആ ഗായ്സ് ഇവിടെ എത്തിയിട്ടാ എന്നെ ഇവിടെ മുക്കല്ലേ കാലിട്ടടിക്ക് കാലിട്ടടിക്കടാ ആ കാലിട്ടടിക്കുന്നുണ്ട് എന്നെ കുട്ടിക്കാ അഭിലാഷടാ നീന്തി വാ അവിടുന്ന് ഇത്ര വാ നീന്തി വാ നീന്തി വാ ആ അതന്നെ 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 ആ അതന്നെ അനിയനെ നീന്തൽ പഠിപ്പിക്കല്ലേ തുക 65,000 എത്ര നേരം മുങ്ങിയേക്കാൻ പോകും ഏത് പൊട്ടാൻ പറ്റും മുങ്ങിക്കാൻ വേണ്ടിട്ട് ഇത് വാങ്ങ മുങ്ങിയിരിക്കും എത്ര സമയം നിൽക്കും നോക്ക് ചെക്കനേ എടാ നിന്നെ ഒറ്റ കൊടുത്തല്ലേ നിനക്ക് ട്യൂബില്ലേ
65,000 രൂപ പോയേനെ. നിന്നെ ഒറ്റി കൊടുത്തതല്ല, നിന്റെ ട്യൂബിൽ എൻ്റെ അതുണ്ടായിരുന്നില്ല. ഓ മുങ്ങന്നാ എത്ര സെക്കൻഡ്? 3 സെക്കൻഡ്. 3 സെക്കൻഡ് മുങ്ങ്. 10 സെക്കൻഡ്. 1 2 3 4 5 6 അരമണിക്കൂറായിട്ടാ മുങ്ങിയിട്ട്. അല്ല ഏതോ പൊട്ടനും പറ്റുമെന്ന് പറഞ്ഞു. ഏതോ പൊട്ടന് 10 സെക്കൻഡാ? 10 സെക്കൻഡാ മുങ്ങിയെടുക്കാൻ. വേറെ അങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഇടാം. കണ്ടിട്ടുണ്ടോ? വേണ്ട. തുടങ്ങാം. നീ ഇവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടാ? ഇവിടെ മൂത്രം ഒഴിച്ചാ? ഏയ് അത് നേരത്തെ നീ പോയതാവും. നീ പേടിച്ചിട്ട് പോയതാവും ചിലപ്പോ. ശരി. ഫോൺ നിലത്തിട്ട് എടുത്തിട്ട മോനെ. വാട്ടർ പ്രൂഫാണ്, വാട്ടർ റിപ്പല്ലന്റ് എന്നൊക്കെ പറയും. ഒരു വാക്ക് ഏതോ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്, ട്രസ്റ്റ് ദ പ്രോസസ്. ഞാൻ തന്നെ പറഞ്ഞതായിരിക്കും. ഓ പിന്നെ തേങ്ങല്ല മുങ്ങട്ടെ. ഞാൻ പറയട്ടെ. 1 2 3 ഗോ. പിടിക്കട്ടാ. 10 സെക്കൻഡ് മേലെയുണ്ട്. നിനക്ക് അവിടെ ചാടാൻ പറ്റില്ലല്ലോ, അത് പറഞ്ഞാ മതി. ഗൈസ്, ഞാൻ അടുത്ത ചലഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 100 രൂപ. എത്ര രൂപ? 400 രൂപ. എന്തിന്? ഇവിടുന്ന് അവിടം വരെ പോണേന് ഒറ്റയ്ക്കില്ല, കാശ് തരുന്നത് ഞാനാ. അപ്പൊ റൂള് ഞാൻ പറയും. നിനക്ക് ഇവിടെ നിന്ന് അവിടം വരെ പോവാം. നീ പറഞ്ഞോ? എൻ്റെ അമ്മേ, പിന്നെ 400 രൂപയും തരണം. നീ പറയണത് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. വേണ്ട, 400 രൂപ വേണ്ട. റൂളൊന്നുമില്ല, നിന്റെ ഒപ്പം ഞാൻ വരും, അത്രേ ഉള്ളൂ. പിന്നെ ശ്വാസം മുട്ടി കഴിഞ്ഞാൽ പിടിക്കില്ലേ? നീ അതെടുത്തിട്ട് നീ എടുത്തിട്ട് വാ. അതെടുത്തിട്ട് വന്നാ, എൻ്റെ ക്യാമറ അല്ലേ, എടുത്തിട്ട് വാ. സോ ഡീല് 400 രൂപയ്ക്ക് അവിടം വരെ. അത് എൻ്റെ ഇഷ്ടം. വാ സമയങ്ങളല്ലേ ഇപ്പോഴും 1 മണിക്കൂർ ആവും കൊടുത്ത. എനിക്ക് കൈയടിക്കട്ടെ. നീ കൈയടിച്ചോ. വാ. അയ്യോ ഇപ്പൊ ശ്വാസം വിട്ടോ? ശ്വാസം വിട്ടോക്കോ എന്റെ മോനെ. അല്ല വേണ്ട, ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് കൊണ്ടുവരാൻ നിൽക്കാണ്. ഏതൊരു പോണു? ഇടുവാ. കൈ വിടറാ. ഇടുവാ. കണ്ടിട്ടാ പിടിച്ചേക്കാം. അവിടെ കൈ വിട്. എവിടെ പിടിച്ചേക്കാം. അങ്ങോട്ട് വാ. കൈ വിടറാ. കളിക്കല്ല ഞാൻ. നീണ്ട് വാ. നീന്തിപ്പോ 400 രൂപ ഒന്നുമില്ല. നീന്തിട്ട് അവിടെ 400 രൂപ കൊടുക്കാൻ. സോ ഗൈസ്, അങ്ങനെ പൂളിന്റെ സമയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂർ മേലെ ഞങ്ങൾ കളിച്ചു തുടങ്ങിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ചാലഞ്ച് ഒക്കെ ഫ്ലോപ്പ് ആയിട്ടോ. ചാലഞ്ച് എന്ത്? ഇവന് നല്ല പേടി കേട്ടോ. ഏത്? വന്നു, പക്ഷെ നീ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. ഇവൻ എല്ലാവരുടെയും മുന്നിൽ ഒച്ച ഉണ്ടാക്ക. നീ എന്താ ഒച്ച ഉണ്ടാക്കിണ്ടായിരുന്നേ? എല്ലാവരുടെ മുന്നിൽ നല്ല ഒച്ച ഉണ്ടാക്കിയായിരുന്നു. ഞാൻ എന്നിട്ട് അവസാനം മിണ്ടാണ്ട് നിന്നതാണ് കേട്ടോ. ഇത് ഓളിടായിരുന്നു എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട്. ഏയ്. സോ എന്തായാലും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂളിന്റെ പേര്. പേടിയാണോ? അത് സത്യമല്ലേ? അത് സത്യമല്ലേ? അത് സത്യമാണ് കേട്ടോ. അപ്പൊ ചെക്കന് നല്ല പേടിയാണ്. ആ ഡ്രസ്സൊക്കെ എടുത്തു അവിടെ നിന്ന്.
അവിടെ ഡ്രസ്സ് ഇല്ല എല്ലായിടത്തില്ലേ? ആ ഓക്കെ. അപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ വീഡിയോ ഇനി ഡെയിലി എല്ലാ ദിവസവും സാധാരണ പോലെ വ്ളോഗ് ഉണ്ടാവും കേട്ടോ. സൈക്കിളിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ്, യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ഇടയിൽ ചെറിയ ഗ്യാപ്പ് വന്നത്. എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈക്കിൾ ബുക്ക് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ്. യെസ്, നാളെ 6 മണിക്കാണ് ഗൈസ്. ബൈ.